എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള പേപ്പർ ക്രാഫ്റ്റിന്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട് അലങ്കരിക്കാൻ, ആളുകൾക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാനും, പിന്നെ ചൂടായിട്ടുള്ള പാത്രങ്ങൾ നമ്മുടെ ടേബിളിൽ കറി അവതരിക്കാനൊക്കെ യൂസ്ഫുൾ ആണ്. നമ്മൾ നല്ല കളർ പേപ്പർ യൂസ് ചെയ്തിട്ടും പിന്നെ സാധാ ന്യൂസ് പേപ്പറിന്റെ കഷ്ണങ്ങൾ യൂസ് ചെയ്തിട്ടും ഒക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കളർ പേപ്പർ ഇല്ലെങ്കിൽ കളർ കൊടുത്താലും മതി, ഒരു വെള്ള പേപ്പറില്. നല്ല കട്ടിയുള്ള പേപ്പർ ആയിരിക്കണം വേണ്ടത്. അപ്പൊ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇനി നമുക്കൊരു പഴയ ബുക്കിൽ നിന്ന് കുറച്ച് പേജുകൾ ചീന്തിയെടുക്കാം. പഴയ ബുക്ക് മതി, പുതിയ ബുക്ക് യൂസ്ഫുൾ ആക്കണ്ട. കുറച്ച് കട്ടിയുള്ള പേപ്പർ ആവണമെന്നുള്ളൂ. കാരണം നമ്മൾ ആ സ്റ്റിക്കുകൾ കുറേ ഉണ്ടാക്കി വെക്കണം. അപ്പം പേപ്പർ ഒന്ന് നടുമുറിച്ചിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് സ്റ്റിക്ക് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാൻ യൂസ് ആവുമ്പോ നമുക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരാം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ടും ചെയ്യാം. നമ്മൾ ഈർക്കിൾ വെച്ചിട്ട് മടക്കാം. ഇതുപോലെ വെച്ച് മടക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇതുപോലെ ഈർക്കിൾ വെച്ചിട്ട് മടക്കിയെടുക്കാം. മടക്കിയാൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഭാഗത്തൊന്ന് ഒട്ടിച്ചാൽ മതി. പശ വെച്ചിട്ട് ലാസ്റ്റ് ഭാഗത്തൊന്ന് പശ വെച്ച് ഒട്ടിച്ചാൽ നമ്മൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. വാവ്! അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ എണ്ണാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കട്ടിയുള്ള പേപ്പറിൽ കുറച്ച് പശ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് ഓരോ സ്റ്റിക്കുകൾ ഇതേപോലെ നമ്മൾ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റിക്ക് നമ്മൾ പശ ഒട്ടിച്ചിട്ട് ക്രോസ് ആയിട്ട് സ്ക്വയർ ആയിട്ട് വരുന്ന രീതിയിൽ എല്ലാ സ്റ്റിക്കും വെച്ച് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണക്കണം. ഉണക്കിയിട്ട് നമുക്ക് താഴത്തെ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതി. നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈഡൊക്കെ വെട്ടി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ എല്ലാം വെച്ച് ഞങ്ങൾ 4നും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന എക്സ്ട്രാ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊക്കെ തന്നെ നമ്മുടെ പേപ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കാം. എളുപ്പമല്ലേ? എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. നല്ല ഉണങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ടേബിളിലൊക്കെ വെക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ഞങ്ങൾ ഇതുപോലെയുള്ള പല റൗണ്ടിൽ ഒക്കെ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഗ്ലാസ്സൊക്കെ വെക്കാൻ യൂസ്ഫുൾ ആണ് നമുക്ക്. കണ്ടില്ലേ? ടേബിളിന്റെ മുകളിൽ വെക്കാം. ഞങ്ങൾ ചെയ്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഞങ്ങളൊരു ചൂടുള്ള പാത്രമാണ് ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതും വീട്ടിൽ തന്നെ ട്രൈ ചെയ്തതാണ്. ഇത് നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടും ചെയ്തതാട്ടോ. സ്റ്റിക്ക് വെച്ചും കളർ പേപ്പറും വെച്ചിട്ടാണ് ഇത് രണ്ടും ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തതാണ്. ഇത് ബോക്സ് പോലെ സ്ക്വയർ ആക്കിയിട്ടൊക്കെ ഞങ്ങൾ ചെയ്തത്. ഇതുപോലെയാണ് ഞങ്ങൾ ആ തൂക്കിടുന്ന സാധനം ഉണ്ടാക്കിയത്. ഇത് ഞങ്ങൾ തുണി വെച്ചിട്ടല്ല, നൂല് വെച്ചിട്ടാണ് ചുറ്റിയിട്ടുള്ളത്. ചതുരം ഉണ്ടാക്കി നൂല് വെച്ചു. ഇത് ബോക്സ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. ടേബിളിന്റെ മേളിൽ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. കണ്ടോ? ഇവിടെ എല്ലാ സ്ഥലവും വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ അല്ല, ഇതൊക്കെ ഈ ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾ തുണി വെച്ചുണ്ടാക്കിയതാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെയുള്ള ബോക്സ് അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാം. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്ത് ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ചെറിയ മുത്ത് പോലത്തെ സാധനങ്ങൾ വെച്ചാൽ മതി. ഇതൊക്കെ കളർ കൊടുത്താൽ മതി. വേസ്റ്റ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയിട്ട് അടിഭാഗത്തൊരു കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ കഷ്ണം വയ്ക്കുക. ബാക്കിയൊക്കെ നമ്മൾ കളർ കൊടുത്താൽ മതി. കളർ കൊടുത്ത് ഉണക്കിയെടുക്കുക. വെറും പശി ഇത് മാത്രം മതി. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കവർ കൊണ്ടാണ്, വേസ്റ്റ് ആയിട്ടുള്ള കവർ കൊണ്ടാണ് ആ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലൊക്കെ ഉണ്ടാക്കി ഒന്ന് നോക്കാം. നല്ല ക്ഷമയോട് കൂടി തന്നെ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ ഐറ്റംസാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല ഭംഗിയായിട്ട് നമുക്കിത് വാളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്ന ഐറ്റംസാണ്. നമുക്ക് പശ മാത്രം മതി. പശയും കളറും നമ്മുടെ പേപ്പേഴ്സും ഉണ്ടെങ്കിൽ, കവറുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം.
ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, ബൈ.